മിനിറ്റിന് $2 കൊടുത്ത് നിങ്ങൾ ഇന്റർനെറ്റിലെ യേശുവിനോട് സംസാരിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥ യേശു നിങ്ങളുടെ തൊട്ടു മുന്നിൽ കൈകൾ നീട്ടി നിൽപ്പുണ്ട്. ദി ചോസൻ പരമ്പരയിൽ ഈശോയെ അഭിനയിച്ച ജോനാഥൻ റൂമിയുടെ ഈ വാക്കുകൾ ഇപ്പോൾ ഇന്റർനെറ്റിൽ തരംഗമാണ്. അമേരിക്കയെ ദൈവത്തിന് പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ട് നടന്ന എക്യുമെനിക്കൽ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ദൈവത്തിനുള്ള പ്രത്യേക സ്ഥാനം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വികാര നിർഭരമായ പ്രസംഗം അമേരിക്കൻ ഐക്യനാടുകളുടെ 250-ാം വാർഷികത്തിന് മുന്നോടിയായി നടന്ന ചടങ്ങിലാണ് റൂമി നടത്തിയത്. വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ മാളിൽ നടന്ന ചടങ്ങിൽ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും പ്രമുഖ ആത്മീയ നേതാക്കളും ആയിരക്കണക്കിന് അമേരിക്കൻ പൗരന്മാരും രാജ്യത്തെ വീണ്ടും ദൈവത്തിന് കീഴിലുള്ള ഒരൊറ്റ ദേശമായി പുനർസമർപ്പിച്ചു. വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാർ രാജ്യത്തെക്കുറിച്ച് രൂപപ്പെടുത്തിയതെന്ന് റൂമി പറഞ്ഞു. അത് രാജ്യത്തിന് ഉറപ്പുള്ള അടിത്തറയായി മാറി. വിശ്വാസത്തിന്റെ കേന്ദ്രം പ്രാർത്ഥനയാണ്. വ്യക്തിപരമായി മാത്രമല്ല, ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഒന്നടങ്കം ദൈവത്തിലേക്ക് മടങ്ങേണ്ട സമയമാണിത്. സങ്കീർത്തനം 33 ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രാർത്ഥിച്ചിട്ടും ഭാരം തോന്നുന്നുവെങ്കിൽ പോയി കുമ്പസാരിക്കുക. അനുതാപത്തിന് വലിയ ശക്തിയുണ്ട്, റൂമി പറഞ്ഞു. 1981-ൽ അമേരിക്കൻ പ്രസിഡന്റിനും മാർപ്പാപ്പയ്ക്കും അടുത്തടുത്തുള്ള സമയങ്ങളിൽ വെടിയേറ്റപ്പോഴും പിന്നീട് പലതരത്തിലുള്ള ഭീഷണികൾ രാജ്യം നേരിട്ടപ്പോഴും ഒരു കുട്ടിയെന്ന നിലയിൽ തനിക്ക് ഭയമില്ലായിരുന്നുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. കാരണം വിദ്യാലയങ്ങളിൽ എന്നും രാവിലെ ചൊല്ലിയിരുന്ന ഒരു വാചകം തനിക്ക് ധൈര്യം തന്നിരുന്നു: ദൈവത്തിന് കീഴിലുള്ള ഒരു ദേശം. അമേരിക്കയ്ക്ക് എന്നും ദൈവത്തിന് സംരക്ഷണമുണ്ടാകും എന്ന ആ വാചകം അദ്ദേഹത്തിന് ഉറപ്പു നൽകി. വരുന്ന 250 വർഷങ്ങളിലും അമേരിക്ക ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു ജനതയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈശോയുടെ തിരുഹൃദയത്തോട് കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ജോനാഥൻ റൂമി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ചോസൻ താരത്തിന് പുറമെ US വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ, കർദിനാൾ തിമോത്തി ഡോളൻ, ബിഷപ്പ് റോബർട്ട് ബാരൻ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കാളിയായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വീഡിയോ സന്ദേശവും ഉണ്ടായിരുന്നു.